ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ൽ സീറ്റ് ധാരണ 15 സീറ്റുകളിൽ CPI-എമ്മും 4 സീറ്റുകളിൽ CPI-യും മത്സരിക്കും. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകും. പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് നൽകാനാകില്ല എന്ന CPI-എം തീരുമാനത്തിന് കേരള കോൺഗ്രസ് എം വഴങ്ങുകയായിരുന്നു. ശനിയാഴ്ച ചേരുന്ന LDF യോഗത്തിലാകും ഔദ്യോഗിക പ്രഖ്യാപനം. ലീഗിന്റെ 3-ാം സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചേക്കില്ല. 2 സീറ്റ് നൽകിയാൽ മതി എന്ന ഉറച്ച നിലപാടിലാണ് നേതൃത്വം. 2 സീറ്റിൽ വഴങ്ങിയാൽ ലീഗ് പകരം നിബന്ധനകൾ വെച്ചേക്കും. വിഷയം ലീഗ് കോർ കമ്മിറ്റി ചർച്ച ചെയ്യും. വിവരങ്ങളുമായി സലിം മാലിക്കും ഷഫീദ് റാവുത്തറും ചേരുന്നു. ആദ്യം സലിം മാലിക്കിലേക്ക്. സലീം, ഈ 3-ാം സീറ്റ് എന്ന ആവശ്യം എന്തായാലും ലീഗിന്റെ ഈ ആവശ്യം എന്തായാലും കോൺഗ്രസ് അംഗീകരിക്കാൻ ഇടയില്ല എന്ന് തന്നെയാണോ? അങ്ങനെയെങ്കിൽ പകരം എന്ത് നിബന്ധന ആണ് ലീഗ് മുന്നോട്ട് വയ്ക്കുക? വേണു, ഇപ്പോൾ മുസ്ലിം ലീഗിന് 3-ാം സീറ്റ് എന്നുള്ള ആവശ്യം കോൺഗ്രസ് നേതൃത്വം ഈ മുസ്ലിം ലീഗിനെ അറിയിക്കുന്നത് നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. പക്ഷേ നിലവിൽ ആ സീറ്റ് നൽകാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. കാരണം പരമാവധി സീറ്റുകളിൽ കോൺഗ്രസിന്റെ എംപിമാരെ ലോക്സഭയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫായ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് തന്നെ മറ്റു നിലയിൽ പരിഗണിക്കാമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഉറപ്പ്. പക്ഷേ ഈ മുസ്ലിം ലീഗ് ഈ ഉറപ്പിൽ വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അവർ അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോഴുള്ളത്. 3-ാം സീറ്റിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. അതിന്റെ ഭാഗമായി കോർ കമ്മിറ്റി, മുസ്ലിം ലീഗിന്റെ കോർ കമ്മിറ്റി ചേരും. അതിനുശേഷമാകും അന്തിമ തീരുമാനം ഇവർ കൈക്കൊള്ളുക. ഇനി അഥവാ ഒരു കാരണവശാലും ഈ സീറ്റ് നൽകാൻ, 3-ാം സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ അതിന് പകരം മറ്റ് ചില ഡിമാൻഡുകൾ വെക്കും എന്നുള്ളതാണ് പ്രധാനമായും മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറയുന്നത്. അതിലെ ഡിമാൻഡുകൾ ഒരുപക്ഷെ നിയമസഭാ സീറ്റിൽ മുൻപ് മത്സരിച്ചതിനേക്കാൾ അധികം സീറ്റുകൾ, 3-4 സീറ്റുകൾ അധികം ആവശ്യപ്പെടാനുള്ളതുൾപ്പെടെയുള്ള സമ്മർദ്ദ തന്ത്രം മുസ്ലിം ലീഗ് ചെലുത്തും. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റ് എന്നതിനപ്പുറത്തേക്ക് ഈ 3-ാം സീറ്റ് തന്നെ നേടിയെടുക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു കാരണവശാലും സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല. പ്രത്യേകിച്ചും ആലപ്പുഴ മാത്രമാണ് നിലവിൽ കോൺഗ്രസിന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സീറ്റായിട്ടുള്ളത്. ആ സീറ്റിൽ സ്വാഭാവികമായും കോൺഗ്രസ് തന്നെ മത്സരിക്കുകയും ചെയ്യും. അതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ മേഖലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റ്, അതും നിലവിൽ കോൺഗ്രസ് എംപി തന്നെ ഇരിക്കുന്ന ഒരു സീറ്റ് ലീഗിന് എടുത്ത് നൽകുന്നത് അത്ര നന്നാവില്ല എന്നുള്ളൊരു അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട്, ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടാകും ഈ അടുത്ത ലീഗ് കൂടിക്കാഴ്ച. ലീഗിന്റെ അടുത്ത നിബന്ധന എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് എന്നതാണോ, അതോ ഈ വർഷം തന്നെ ഇപ്പോൾ 3 രാജ്യസഭാ സീറ്റുകൾ ഒഴിയുകയാണ്, അതിലൊന്നിൽ UDF-ന് വിജയിക്കാൻ കഴിയും, ആ രാജ്യസഭാ സീറ്റിന് നേരത്തെ തന്നെ ലീഗിന് അവകാശമുണ്ട്, 2 സീറ്റ് ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുക? ഏതിലേക്കാണ് ലീഗ് ഊന്നാൻ പോകുന്നത്? വേണു, സ്വാഭാവികമായും ഈ രാജ്യസഭാ സീറ്റിന് ഇപ്പോഴുള്ള ഈ ഡിമാൻഡ് അംഗീകരിച്ചാൽ പോലും രാജ്യസഭാ സീറ്റിൽ ക്ലെയിം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ലീഗ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സമ്മർദ്ദതന്ത്രമായി നിൽക്കുന്നതിനപ്പുറത്തേക്ക് നിയമസഭാ സീറ്റുകൾ കൂടി അധികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേസമയം ഈ രാജ്യസഭാ സീറ്റ്, അത് അവർ നേരത്തെ മത്സരിച്ച് വിജയിച്ച സീറ്റുകളൊക്കെ ഉണ്ട്, ആ സീറ്റുകളിൽ കൂടി സമ്മർദ്ദം ചെലുത്തും. ആ നിലയിൽ കോൺഗ്രസിനെ ഒരു പ്രതിരോധത്തിലേക്കാക്കുക എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കാരണം മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് അർഹതയുള്ള സീറ്റാണ്, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായ ഒരു പിടിവാശിയല്ല എന്നുള്ള ഒരു നിലപാടാണ് ലീഗ് നേതൃത്വം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം MM ഹസനും കുഞ്ഞാലിക്കുട്ടിയും ഇന്നലെ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം, കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇനിയും ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ്, അതിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. അതേസമയം അതിനുശേഷം MM ഹസൻ നടത്തിയ പ്രതികരണത്തിൽ ഇനി ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ചയില്ല, 14-ന് UDF-ന്റെ ഏകോപന സമിതി യോഗം മാത്രമാണ് ഉള്ളത് എന്നാണ്. ഇവർ തമ്മിലുള്ള ഈ അഭിപ്രായം പറയലിൽ പോലും ഒരു പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കോൺഗ്രസുമായി ഒരു ഉഭയകക്ഷി ചർച്ച നടത്താൻ, കോൺഗ്രസുമായി നേതാക്കളുമായി കൂടിയാലോചന നടത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ അതിന് ഈ ഘട്ടത്തിൽ വഴങ്ങുന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അടുത്ത കൂടിയാലോചനകളിലേക്ക് കടക്കുകയാണ് എങ്കിൽ ആ നിലയിലേക്കുള്ള ഒരു സമ്മർദ്ദം വീണ്ടും ചെലുത്താനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുമാണ് നിലവിൽ നിൽക്കുകയും ചെയ്യുന്നത്. 14-ന് തന്നെ ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കണം. 14-15 തീയതികളിലായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കണമെന്നും സമരാഗ്നി കടന്നുപോകുന്ന ജില്ലകളിൽ അതത് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഈ കടുംപിടുത്തമാണ്. വേണു, ശരി, ഷഫീദ് റാവുത്തറും ചേരുന്നു വിശദാംശങ്ങളുമായി. LDF-ലും സീറ്റുമായി ബന്ധപ്പെട്ട ധാരണയിലെത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഷഫീദ്, എന്താണ് LDF-ൽ ഈ
സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്ന ധാരണ? ഇക്കാര്യത്തിൽ തന്നെ അതായത് LDF-ൽ എത്രയും വേഗം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് നിർണയം നടത്തണം എന്നുള്ളത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ നിർദ്ദേശമായിരുന്നു. ഇതിന്റെ അടക്കം പശ്ചാത്തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയുമായിരുന്നു. ഈ ഘട്ടത്തിൽ മുൻപ് തന്നെ കേരള കോൺഗ്രസ് എം ഒരു സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് മുന്നണിയെ സമീപിക്കുകയും കത്ത് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പത്തനംതിട്ട സീറ്റാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടത്. എന്നാൽ 2 സീറ്റ് നിലവിലത്തെ സാഹചര്യത്തിൽ നൽകാനാവില്ല എന്നുള്ള നിലപാട് CPM എടുത്തു. CPM-ന്റെ തീരുമാനത്തിന് കേരള കോൺഗ്രസ് എം വഴങ്ങിയിട്ടുമുണ്ട്. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാവുക അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി സീറ്റ് തരപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എം പറയുന്നത്. ഒരാവശ്യമായി അത് ഉന്നയിച്ചു, പിന്നീട് പരിഗണിക്കാം എന്നുള്ള ഒരു ഉറപ്പ് അതിന്മേൽ കിട്ടി. അതുകൊണ്ട് സ്വാഭാവികമായും ആ തീരുമാനത്തിന് ഒത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട്. ഇതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDF സീറ്റ് ധാരണ ആയിട്ടുണ്ട്. അത് CPM 15 സീറ്റിൽ മത്സരിക്കും, CPI 4 സീറ്റിൽ മത്സരിക്കും. ആ 4 സീറ്റുകളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിലേക്കൊക്കെ CPI അനൌദ്യോഗികമായി കടന്നിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം സീറ്റും നൽകും. 10-ാം തീയതി LDF യോഗം നടക്കുന്നുണ്ട്. ആ LDF യോഗത്തിലായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. വേണു. ശരി, ഷഫീദ് റാവുത്തറും സലിം മാലിക്കുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.